എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പോക്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അപ്പൊ നമ്മള് 11-ാം തീയതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മള് 7-ാം തീയതി സർപ്രൈസ് ആയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പൊ ആരോടും പറഞ്ഞില്ല. ഇത് ഒരു കിടിലം വീഡിയോ ആയിരിക്കും ഇൻഷാ അള്ളാ. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ സെമീർ അവിടെ സെറ്റ് ആണോ. അപ്പൊ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൂടുതൽ സംസാരിക്കാൻ സമയമല്ല. നിസാമുണ്ട്, ചെക്കന്മാരൊക്കെ ഉണ്ട്. നല്ല വിഷമത്തിലാണ് എല്ലാവരും ഞാൻ പോണേന്റെ. അപ്പൊ നമ്മള് ഇതൊക്കെ ഉണ്ടാ, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഷാറൂഖും ഇബ്രും ഉണ്ട് നമ്മുടെ കൂടെ. ഇബ്രും ഷാറൂഖും നമ്മളെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോലെ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് വരാം. ഒക്കെ ഒരു തത്രപ്പാടിൽ നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ. കൊടൂര ബ്ലോക്ക് ഗൈസ്. നമ്മളൊരു നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോഴേ കൊടൂര ബ്ലോക്ക് നോക്ക് ഗൈസ്. അപ്പൊ നമ്മള് എയർപോർട്ട് എത്തി. അങ്ങനെ നമ്മൾ ചെക്കന്മാരെ വിട പറഞ്ഞ് 1 മാസത്തെ ഇടവേളക്ക് പോവുകയാണ്. ഫ്രണ്ട് കിട്ടിയില്ലാണ്ട് അടിയാവും. വണ്ടി പോലീസ് പോയി വരൂ. ഓക്കെ എന്നാ, അസ്സലാമു അലൈക്കും. ഞാൻ മെസ്സേജ് അയക്കാം. ഗൈസ് അപ്പൊ നമ്മള് ഇതാണ്ടാ ചെക്കിൻ ഏരിയ 2-ലാണ് നമ്മളുള്ളത്. ദേ ഷാറൂഖ് വരുന്നുണ്ട്. ചെക്ക് നടന്ന് മന്ദം നടന്നു വരുന്നുണ്ട്. അപ്പൊ ഗുയ്സ് നമ്മൾ എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പോക്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒന്ന് നമ്മളെ എൻഗേജ്മെന്റ് ഉണ്ട് ഇൻഷാ അള്ളാ. പോപ്പിന് ഞാൻ ഈ കാണിക്കുന്ന പോക്ക് ഇതാണ്. അപ്പോൾ അടുത്ത പോപ്പിക്കും സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പോപ്പിക്കും ഫാമിലിക്കും കിഡിലൻ സർപ്രൈസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഷമീറിന് മാത്രമേ അറിയുള്ളൂ, ഷമീറിന് അറിയാം. അപ്പോൾ ടെസ്കിനെയാണ് ഫസ്റ്റ് നമ്മൾ സർപ്രൈസ് ആക്കാൻ പോകുന്നത്. എന്തായാലും 1:40 ഫ്ലൈറ്റ്. നാളെ രാവിലെ ഒരു 7 മണി ഒക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട് ഇറങ്ങിയായിരിക്കും ഇൻഷാ അള്ളാ. അപ്പം എന്താ പറയാ, ഷാറൂഖ് ഉണ്ട്. ഇനി ഇബ്രു വരാണ്ട്. ഇബ്രുവിനെ വിളിച്ചേ. അപ്പോൾ അങ്ങനെ ഇബ്രു വന്നു. അപ്പൊ നമ്മള് കോളം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെവിടെ പോകണേലും 3 ആളാ. അന്ന് ഷാലിക്കിന്റെ പകരം ഇങ്ങോട്ട് പോര്. ചക്കര ഫസ്റ്റിനെ പൊക്കിട്ടോ നോക്കണ്. അച്ഛനെ കണ്ട കള്ളലക്ഷം ഉണ്ടായതുകൊണ്ടേ പാസ്പോർട്ടൊക്കെ ചോദിച്ച് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കണ്ടോ ഞങ്ങളെ ചൂടിക്കൊണ്ടു കണ്ട. ഓ ഏതോ മോലൊക്കെ നിങ്ങളത് കാണുന്നുണ്ടോ? പക്ഷെ അതല്ല, അത് മാറ്റിക്ക്. ഓന്റെ വണ്ടിക്ക് 3 ടയറുള്ളൂ. ഡോക്ടറെ പുതിയ മോഡലാണ്. മനുഷ്യന് ചിരിപ്പിക്കാനായിട്ട് ഓരോ സംഭവങ്ങൾ കൊണ്ടുവന്നിക്ക. 4 മാല 48 ക്യാരറ്റ് 3 ദുബായിൽ നിന്നിട്ടേ ആദ്യത്തെ നാട്ടിൽ പോക്കാണ് അല്ലേ? ഇതിപ്പോ പൊക്കും. സ്വർണ്ണാണല്ലോ കൗത്തിലൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്. മണ്ടത് അവിടെ ഇല്ല വെക്കല്, വേറെ സ്ഥലത്താണ്. ഗൈസ് അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് ഗേറ്റ് തുറക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗേറ്റ് 12:10 എങ്ങാണ്ടാണ് ഓപ്പൺ ആവുക. അപ്പൊ നമ്മള് അതിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 2 അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോസ് അത്രയും എന്താ പറയുക അടിപൊളി സാധനങ്ങളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഡൗട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും എല്ലാവരും പല സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ടെസ്കിനെയാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോസ് ആയിരിക്കും. അതേപോലെ പോപ്പിക്കും ഒരു കിടിലൻ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ പോപ്പിക്ക് കൊടുക്കുന്ന സാധനം ആ വീഡിയോ ആയിരിക്കും. പോപ്പിനെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻഗേജ്മെന്റിന് കാണിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. സർപ്രൈസ് ആക്കുന്ന വീഡിയോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയെന്ന് പറഞ്ഞിട്ട് ഷാറൂഖ് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് യാതൊരു ഉറപ്പില്ല, എന്തോ നോക്കണ്ടിട്ടാ. ഇവന്റെ ഐഡിയക്കാണോ പോണത്? ഷാറൂഖിന്റെ ഐഡിയക്കാ? നിങ്ങൾ പോയി എസ്കലേറ്റർ കയറി, ഞാൻ താഴത്തേക്കാ. എന്തായി ബ്രോ? ഇപ്പൊ എന്തായി? പറഞ്ഞ് തൊള്ളിലേക്ക് നാവിട്ടിട്ടില്ല. ആ പോണ് കേറി എസ്കലേറ്റർ അതേപോലെ ഇറങ്ങണ്. ഇവിടെ ചെമ്പ് നാറി ഓടിട്ടോ. എന്റെ പൊന്നി പഠിച്ചോനെ, ഏതെങ്കിലും ഒന്ന് എങ്ങനെ പൊട്ടന്മാരാണെങ്കിലും പറയണിൽ ഏതെങ്കിലും ഒന്നും ശരിയാവില്ല. ബൈ ചാൻസ് ആണെങ്കിലും സെക്യൂരിറ്റി പിടിച്ച് പുറത്തേക്ക് പോയിട്ട് മെസ്സേജ് അയക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ശരിക്കുള്ള എനിക്കായിരിക്കും എക്സൈറ്റ്മെന്റ്. ഞാൻ ഫസ്റ്റ് പോയപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താ എന്റെ ശരിക്കുള്ള ഫീലിംഗ്? സീരിയസ് ആയിട്ട് സന്തോഷമുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം 3 വർഷത്തിന് ശേഷം 3 കൊല്ലമായിട്ട് ഗൈസ് ചെക്കൻ 3 കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്.
അല്ല കൊറേ നമ്മൾ ഇവിടെ വന്നതന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പൊ അൽഹംദുലില്ലാ എന്റെ വീട് പണി റെഡിയായി. അതെ അതെ. അതെല്ലാം ഏറെക്കുറെ നിറവേറ്റി എന്നൊരു സാറ്റിസ്ഫൈഡ്. ഇവന് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് ലോൺ ആക്കിയിട്ടാണ് വന്നത്. ഇപ്പൊ ആ ലോണ് വീട്ടി ഇപ്പൊ തിരിച്ചു പോണ്. അല്ല എന്തിനാ വന്ന്. അല്ല ഗൈസ്, അപ്പൊ ഓന്റെ കാര്യങ്ങളൊക്കെ സെറ്റിലായി. ഓന്റെ പേഴ്സണലി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഓൻ ഓൾമോസ്റ്റ് തീർത്തു. അപ്പൊ എന്താ പറയാ, ഷാറൂഖിന് പിന്നെ പ്രശ്നം തീർക്കാൻ പോകുമ്പോ വഴിതെറ്റും. ഇതുവരെ പ്രശ്നം തീർന്നിട്ടില്ല, വഴിതെറ്റിലാണ് ഓന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്റെ ഒപ്പം കൊണ്ടുപോവാ. അതുകൊണ്ട് അതാ വേറെ കോമഡി. അപ്പുറത്താണ്ട് ഇത് ഏറ്റി പിടിച്ച് നടക്കണേ, ഈ സാധനം ബാഗ് ഏറ്റി പിടിച്ച്. അപ്പുറത്താണ് ആൾക്കാർ കുറെ ട്രോളി പിടിച്ച് പോണേ. അല്ല ഇത് എനിക്ക് കിട്ടൂലാണ്. കോഴിക്കോട് വരെ ഏറ്റില്ലേ, ഇനിയിപ്പോ ട്രോളി വേണ്ട. ഓൾമോസ്റ്റ് കോഴിക്കോട് എത്താനായിക്കണ്. ഗൈസ്, നാട് സ്വപ്നം കണ്ട് കുറച്ച് നേരം കിടക്കട്ടെ. ഇത് മിക്കവാറും കൊളാവും. കൊളാവാനൊന്നുമില്ല. എൻ്റെ ഒക്കെ ടിക്കറ്റ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഒറ്റയ്ക്ക് എത്ര വട്ടം പോയിക്കണമെന്നറിയോ. അല്ലേലും 3 ആള് കൂടിയാ ചുന്നാണ്. എന്ത് 3 ആള് കൂടിയാലും മറ്റോ സായിപ്പിന്റെ അപ്പുറത്തുണ്ടോ. സോ ഗൈസ്, ഞങ്ങള് നേരെ ഫ്ലൈറ്റിലേക്ക്. ഷാറൂഖേ, ഫ്ലൈറ്റിലേക്ക്. ഇവർ 3 സെക്കൻഡ് ഇതിലാണ്. സോ ബൈ ബൈ ദുബായ് ഫോർ 1 month. ഞങ്ങൾ ചെറിയൊരു വെക്കേഷന് പോവുകയാണ്. അവിടെ കയറിക്ക, ഉള്ളിൽ നല്ല സ്ഥലം ഉണ്ടല്ലോ. നമ്മൾ 24 ആണ്ടൂടെ ബ്രോ ഫ്ലൈറ്റ് കണ്ട് ആസ്വദിക്കണം. അത് നടക്കഞ്ഞി ഗൈസ്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിട്ടോ 3 ആളും അടുത്തടുത്തിരുന്നുണ്ട്. അരി സീറ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ബ്രോൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഗൈസ്, സന്തോഷം ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങും. ഞാൻ 2 ദിവസമായി നല്ല ലൈറ്റിലൊന്ന് ഉറങ്ങിയിട്ട് ചെറിയ ലൈറ്റ് ചെറിയ ഉറക്കം, ചെറിയല്ല അത്യാവശ്യം നല്ല ഉറക്കം. ഇബ്രു മതിമറേ കണ്ടോണ്ടിരിക്കണ്ടോ. സീതന്നെയാണ് പുറത്ത് ഒന്നുമില്ല, ഫുള്ള് മേഘം മൂടി കിടക്കും. ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഗോവ കഴിഞ്ഞു അല്ലേ? കർണാടകയിലാണ് ഇപ്പൊ കളിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് കേരളയാണ്. ചേച്ചി 15 കണ്ടാൽക്കൊന്നും കണ്ടറിയില്ല. പെട്ടെന്നറിയാം. ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ നോട്ടീസ് ചെയ്തില്ല. എനിക്ക് കാര്യമില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്തിട്ടോ. നമ്മളിപ്പോ ലാൻഡ് ചെയ്യാൻ പോവാണ്. ബ്രോ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യും. അപ്പൊ പച്ചപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടാ. ഫുള്ള് പച്ചമലകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഇതൊക്കെ സംഭവം കാണുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് വരാം. ചെവി നല്ല വേദന ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ലാൻഡിങ് സമയത്ത് ഭയങ്കര ചെവി ഭയങ്കര ഫൈനലി ഫാമിലിനെ കാണണം, ഓപ്പിനെ കാണണം. എല്ലാരും വെയിറ്റിംഗ് ആണ്. മഴ ഉണ്ടോ അല്ലേ? മഴയുണ്ട് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം മണ്ണിൽ വീണ്ടും കാലുത്തിയിരിക്കുകയാണ്. കണ്ടോ അതിന്റെ രസം നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ നമ്മള് ലഗേജൊക്കെ കിട്ടി ഒന്ന് സെറ്റ് ആവട്ടെ പുറത്തെത്തിയിട്ട്, പിന്നെയാണ് നമ്മൾ കലാപരിപാടികൾ.
തുടങ്ങാൻ പോണത്. ഓക്കെ, നല്ലൊരു മഴയാണ്. മഴ പെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. ഗൈസ് വന്നു, നമ്മൾ പരിപാടി തുടങ്ങി. ഓ, നല്ല ചൂട്ട് പൊറോട്ട ഇട്ടുള്ള സ്ഥലത്തെ ലമിസ് കൊണ്ട് നിർത്തി. ഇത് തിരിച്ചുപോയാലും വേണ്ടില്ല. ഇതിന്റെ ഒരു ഫീല് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇത് കിട്ടായിട്ടല്ല അവിടെ, പക്ഷെ ഈ ഒരു ഇതിലില്ല. വെള്ളമൊന്നും വേണ്ട, ഒരാളെ വെയിറ്റ് ചെയ്യും.